നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മുടെ PSC പരീക്ഷകൾക്ക് ഏത് ലെവൽ എക്സാം ആയിരുന്നാലും, 10th ലെവൽ ആയിരുന്നാലും 12th ലെവൽ ആയിരുന്നാലും ഡിഗ്രി ലെവൽ എക്സാംസ് ആയിരുന്നാലും വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് മാത്രമായിട്ട് നമുക്ക് വയസ്സിലെ എല്ലാ ടൈപ്പും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തത് പാർട്ട് 1 ആണ്. അപ്പോൾ ഈ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ബാക്കിയുള്ള പാർട്ടുകൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരും ആ ഓരോ ടൈപ്പുകളും നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, അതായത് അലിഗ്രോ മാത്ത് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടെലഗ്രാം ചാനലിൽ. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ചെയ്യാനായിട്ട് കഴിയും. ഉറപ്പായിട്ടും അത്രയും ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം ക്ലാസ് കണ്ട ഉടനെ തന്നെ. അപ്പോൾ അത്രയും കാര്യങ്ങളൂടെ കഴിയുമ്പോഴേ ഇന്നത്തെ ഈ ഒരു ക്ലാസ് അവസാനിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിൽ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലെ ഒന്നാമത്തെ ടൈപ്പിലെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അരുണിന് 50 വയസ്സും അരവിന്ദിന് 18 വയസ്സുമുണ്ട്. എത്ര വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും? ശരി. അപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: രണ്ടുപേരുടെ വയസ്സുകൾ തന്നിട്ടുണ്ട്. ആലോചിക്കുക, അരുണിന്റെ പ്രായം 50 വയസ്സെന്ന് പറയുന്നുണ്ട്, അരവിന്ദിന്റെ പ്രായം 18 വയസ്സെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചോദ്യം എന്താണ്? എത്ര വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന്റെ ഡബിൾ ഇരട്ടിയാകും എന്നാണ് ചോദ്യം. ഓക്കെയാണ്. 4 ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്: 12, 14, 16, 20 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെയാണ്. അപ്പൊ തന്നിട്ടുള്ള കാര്യം ഞാൻ പറയാണ്. അരുണിന്റെ പ്രായം എത്ര തന്നിട്ടുണ്ട്? 50 വയസ്സെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ആളാരാണ്? അരവിന്ദിന്റെ പ്രായം തന്നിട്ടുണ്ട്. അരവിന്ദിന്റെ പ്രായം എത്രയെന്നാ തന്നിരിക്കുന്നത്? 18 വയസ്സെന്നാ പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്ത് എഴുതി. അപ്പൊ അരുണിന്റെ പ്രായം 50 വയസ്സാണ്, അരവിന്ദിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 18 വയസ്സാണ്. നമ്മളെ ചോദ്യം എന്താണ്? എത്ര വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്നാണ് ചോദ്യം. ഓക്കെ, ശരി. അപ്പോ ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓപ്ഷനിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ശരി, ആദ്യം ഞാൻ ഓപ്ഷനിൽ നിന്ന് ചെക്ക് ചെയ്ത് പറയാണ്. അപ്പോ ഇവിടെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: എത്ര വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുക? അപ്പോ 12 വർഷം കഴിയുമ്പോൾ എന്ന് വെച്ചു. ഒന്നാമത്തെ ഓപ്ഷൻ 12 അല്ലേ? 12 വർഷം കഴിയുമ്പോൾ ഇരട്ടിയാവുമെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 12 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് അരുണിന്റെ പ്രായം, ഈ പറയുന്ന 50 വയസ്സുള്ള അരുണിന്റെ പ്രായം എത്രയാ? 50ഉം 12ഉം കൂടെ ചേർന്ന് 62 വയസ്സാണ്. ഇനി അരവിന്ദിന്റെ പ്രായം 18ൽ തന്നെ ഇരിക്കില്ല. 12 വർഷം കഴിയുമ്പോൾ അരവിന്ദിന്റെ പ്രായം സ്വാഭാവികമായിട്ട് എത്ര വയസ്സ് കൂടും? 12 വയസ്സ് കൂടും. അപ്പൊ അരവിന്ദിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സായിരിക്കുന്നത് എത്രയായിട്ട് മാറും? 18ഉം 12ഉം കൂടെ ചേർന്ന് 30 ആയിട്ട് മാറും. ശരി, അപ്പൊ 12 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ്: 50 വയസ്സുണ്ടായിരുന്ന അരുൺ എത്രയായിട്ട് മാറി? 62 വയസ്സായിട്ടുള്ള ഒരാളായിട്ട് മാറി. ഇനി 18 വയസ്സായിരുന്ന അരവിന്ദ് 12 വർഷം കഴിഞ്ഞപ്പോൾ എത്ര വയസ്സായിട്ട് മാറി? 30 വയസ്സായിട്ട് മാറി. ഓക്കെ, ഇനി നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ് നോക്കാം. ഈ പറയുന്ന 12 വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന് ഇരട്ടിയായോ? 30ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 60 വരേണ്ടിയിരുന്നു അല്ലെ? നമുക്ക് കിട്ടിയത് എത്രയാ? 62. അപ്പൊ എന്തായാലും എന്തല്ല, 12 വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം എന്തായാലും അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകത്തില്ല. ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 14 ആണെന്ന് വെച്ചു. 14 വർഷം കഴിയുമ്പോൾ 50 വയസ്സുള്ള അരുണിന്റെ പ്രായം 50ഉം 14ഉം കൂടെ ചേർന്ന് 64 വയസ്സായിട്ട് ആണേ. ഇനി ഇതേ 14 വർഷം കഴിയുമ്പോൾ അരവിന്ദിന്റെ പ്രായം 18 വയസ്സായിരുന്ന അരവിന്ദിന്റെ പ്രായം 18ഉം 14ഉം കൂടെ ചേർന്ന് 32 വയസ്സായിട്ട് മാറും. ഓക്കെയാണ്. ഒന്നും കൂടെ, എന്തായാലും ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതെ നമ്മൾ ഉറപ്പിച്ചു. രണ്ടാമത്തെ ഓപ്ഷൻ 14 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു നോക്കാം. 14 വർഷം കഴിയുമ്പോൾ 50 വയസ്സുണ്ടായിരുന്ന അരുൺ എത്രയായിട്ട് മാറി? 64 വയസ്സായിട്ട് മാറി. ഇനി 18 വയസ്സായിരുന്ന അരവിന്ദ് 14 വയസ്സ് കഴിഞ്ഞപ്പോൾ എത്രയായിട്ട് മാറി? 32 വയസ്സുള്ള അരവിന്ദായിട്ട് മാറി. നമ്മുടെ കണ്ടീഷൻ ഓക്കെയാണ്. എടാ, ഈ പറയുന്ന 32ന്റെ ഇരട്ടിയല്ലേ 64 എന്ന് പറയുന്നത്? അതായത് 14 വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ അരവിന്ദിന്റെ പ്രായത്തിന്റെ എത്ര മടങ്ങായി? ഇരട്ടിയായിട്ട് മാറി.
ഓക്കെയാണോ? അപ്പൊ 14 വർഷം കഴിഞ്ഞപ്പോൾ അരുണിന്റെ പ്രായം എന്ന് പറയുന്നത് അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയായിട്ട് മാറി. അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 14. അതായത് 14 വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയായി. ഓക്കെ അല്ലേ? ഇതവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതേപോലെ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്തു പിടിക്കാൻ പറ്റും. ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിൽ എത്ര വർഷം കഴിയുമ്പോൾ ഇന്നാളിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും? ഒന്നുകൂടെ എങ്ങനെയാണ്? എത്ര വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകും? അങ്ങനെയാണ് ഇങ്ങനെ ഓർമ്മിച്ചിട്ടോണം. ഒറ്റ ഇറങ്ങി നമുക്ക് ഇറങ്ങിടാൻ പറ്റും. ഇങ്ങനെയാണ് കൂടിയ പ്രായമുള്ള ആൾ എത്രയാണ്? 50 അല്ലേ? അപ്പൊ തന്നിട്ടുള്ളതിൽ വലിയ പ്രായമുള്ളത്, വലിയ പ്രായം എത്രയാണ്? 50. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ് തന്നിട്ടുള്ളതിൽ, നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ള വലിയ പ്രായം മൈനസ് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ മതി. ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 18 അല്ലേ? 18ന്റെ ഇരട്ടി എത്രയാണ്? 36 കഴിഞ്ഞു. 50ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ നമുക്ക് ഒറ്റയടി കിട്ടി. നമ്മുടെ ആൻസർ എത്ര തന്നെയാണ്? 14 എന്ന് പറയും. അപ്പൊ ഒന്നും കൂടെ എങ്ങനെയാണ്? വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ മതി. വലിയ പ്രായത്തിൽ നിന്ന്, അതായത് വലിയ പ്രായമായ 50ൽ നിന്ന് ചെറിയ പ്രായമായ 18ന്റെ ഇരട്ടി. 18ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 36. 36 കുറച്ചപ്പോൾ നമുക്ക് കിട്ടി. നമ്മുടെ ആൻസർ ഉറപ്പിച്ച് പറയാം 14 വർഷം കഴിയുമ്പോൾ അരുണിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ അരവിന്ദിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. അപ്പൊ ഒന്നും കൂടെ ഓർമ്മിക്ക്, എത്ര വർഷം കഴിയുമ്പോൾ ഇന്നയാളിന്റെ പ്രായം രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ആളിന്റെ ഇരട്ടിയാകും എന്ന് ചോദ്യം. അങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ എങ്ങനെ ഓർത്തോളണം? വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ മതി. വലിയ പ്രായമായ 50ൽ നിന്ന് ചെറിയ പ്രായമായ 18ന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ ഒറ്റയടി നമുക്ക് ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ 14 എന്ന് പറയും. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാമോ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. രാമന്റെ വയസ്സ് 40 കൃഷ്ണന്റെ വയസ്സ് 12 എത്ര വർഷം കഴിയുമ്പോൾ രാമന്റെ വയസ്സ് കൃഷ്ണന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്? എത്ര വർഷം കഴിയുമ്പോൾ രാമന്റെ വയസ്സ് കൃഷ്ണന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്? ശരി, പറഞ്ഞു വരാം. അപ്പൊ രാമന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. ഇനി കൃഷ്ണന്റെ വയസ്സോ? കൃഷ്ണന്റെ വയസ്സാണെങ്കിൽ 12. അപ്പൊ ഒന്നും കൂടെ, രാമന്റെ വയസ്സ് 40, കൃഷ്ണന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 12. നമ്മുടെ ചോദ്യം എന്താണ്? എത്ര വർഷം കഴിയുമ്പോൾ രാമന്റെ വയസ്സ് കൃഷ്ണന്റെ വയസ്സിന്റെ ഇരട്ടിയാകുക? നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എന്ത് ചെയ്യണം? എത്ര വർഷം കഴിയുമ്പോൾ ഇരട്ടിയാകും എന്ന് പറഞ്ഞ് ചോദിച്ചാൽ തന്നിട്ടുള്ളതിൽ വലിയ പ്രായം നമ്മൾ എഴുതും. അതിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒന്നുകൂടെ, വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി, അതായത് ചെറിയ പ്രായമായ 12ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 24. 40ൽ നിന്ന് 24 കുറയ്ക്കുമ്പോൾ എത്ര എന്ന് പറഞ്ഞു കിട്ടും? 16 എന്ന് പറയും. അപ്പൊ നമ്മുടെ ആൻസർ 16 വർഷം കഴിയുമ്പോൾ രാമന്റെ പ്രായം എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ പ്രായത്തിന്റെ ഇരട്ടിയാവും. വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 16 വർഷം, ഓപ്ഷൻ ബി 16. ഇനി നമുക്ക് പറഞ്ഞു നോക്കാം 16 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 16 വർഷം കഴിയുമ്പോൾ 40 വയസ്സായിരിക്കുന്ന രാമൻ എത്രയായിട്ട് മാറും? 40ഉം 16ഉം കൂടെ ചേരുമ്പോൾ എത്രയായിട്ട് മാറും? 56 ആയിട്ട് മാറും. ഓക്കെ ആണ്. വീണ്ടും 16 വർഷം കഴിയുമ്പോൾ 12 വയസ്സുള്ള കൃഷ്ണൻ 12ഉം 16ഉം കൂടെ ചേരുമ്പോൾ എത്രാന്ന് കിട്ടും? 28 എന്ന് പറയുന്നത് അല്ലേ? ഈ പറയുന്ന 28ന്റെ ഇരട്ടിയാണെന്ത്? 56. 16 വർഷം കഴിയുമ്പോൾ രാമന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്. ഷോർട്ട്കട്ട് എങ്ങനെയാണ്? വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചുണ്ടാവും. ഓക്കെ അല്ലേ? ഒരു 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2-3 ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. ചോദ്യം ഇങ്ങനെയാണ്. എയുടെ പ്രായം 45, ബിയുടെ പ്രായം 18 വയസ്സാണ്. എത്ര വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ബിയുടെ പ്രായത്തിന്റെ ഇരട്ടിയാണ്? ഓക്കെയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എത്ര വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന എയുടെ പ്രായം ബിയുടെ പ്രായത്തിന്റെ ഇരട്ടിയാകും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ പ്രായമായ 45ൽ നിന്ന് ചെറിയ പ്രായമായ 18ന്റെ ഇരട്ടി കുറയ്ക്കുന്നു. 18ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 36. 45ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 9 എന്ന് പറയുന്നു. അതായത് 9 വർഷം കഴിയുമ്പോൾ എയുടെ പ്രായം ബിയുടെ പ്രായത്തിന്റെ ഇരട്ടിയാകും. സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്ക്. 9 വർഷം കഴിയുമ്പോൾ എയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 45 9 കൂടെ ചേരുമ്പോൾ 54 എന്ന് പറഞ്ഞിട്ട് 9 വർഷം കഴിയുമ്പോൾ ബിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 18ഉം 9ഉം കൂടെ ചേർന്ന് 27 എന്ന് പറഞ്ഞിട്ട് 27ന്റെ ഇരട്ടിയാണെന്ത്? 54 എന്ന് പറയുന്നത്.
അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക, വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചാൽ മതി. ചോദ്യം, പിയുടെ പ്രായം 33 വയസ്സാണ്, ക്യൂവിന്റെ പ്രായം 11 വയസ്സാണ്. പിയുടെ പ്രായം 33 ആണ്, ക്യൂവിന്റെ വയസ്സ് 11 ആണ്. എത്ര വർഷം കഴിയുമ്പോൾ പിയുടെ പ്രായം ക്യൂവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്? എത്ര വർഷം കഴിയുമ്പോൾ പിയുടെ പ്രായം ക്യൂവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്? സിമ്പിൾ ആയിട്ട് പറയാം, വലിയ പ്രായത്തിൽ നിന്ന്, വലിയ പ്രായമായ 33-ൽ നിന്ന് ചെറിയ പ്രായമായ 11ന്റെ ഇരട്ടി. 11ന്റെ ഇരട്ടി എത്രയാണ്? 22 ആണ്. 33-ൽ നിന്ന് 22 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 11. അതായത് 11 വർഷം കഴിയുമ്പോൾ പിയുടെ പ്രായം ക്യൂവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാണ്. ശരി, അവിടെ ഒന്ന് പോസ് ചെയ്തു. ഒന്ന്, ഞാൻ വീഡിയോ പോസ് ചെയ്യണമെന്നല്ല പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു. ഇതിനകത്ത് ചോദ്യം, എത്ര വർഷം കഴിയുമ്പോൾ പിയുടെ പ്രായം ക്യൂവിന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുന്നതാണ്. തിരിച്ച് ഞാൻ ഒന്ന് ചോദിക്കാം, എത്ര വർഷം കഴിയുമ്പോൾ ക്യൂവിന്റെ പ്രായം പിയുടെ പ്രായത്തിന്റെ പകുതിയാകും? ഓക്കെയാണ്, പിടിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ പിനെ സംബന്ധിച്ച് ഞാൻ ഇരട്ടി എന്ന് പറഞ്ഞു. ഇനി ക്യൂവിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ പറയാം? എത്ര വർഷം കഴിയുമ്പോൾ ക്യൂവിന്റെ പ്രായം പിയുടെ പ്രായത്തിന്റെ പകുതിയാകും? അങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ ഇരട്ടി എന്ന് മാത്രം പിടിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് എങ്ങനെയും പറയാം ഈ ചോദ്യം, എത്ര വർഷം കഴിയുമ്പോൾ ക്യൂവിന്റെ, ഈ പ്രായം കുറഞ്ഞാണ്, ക്യൂവിന്റെ പ്രായം പിയുടെ പ്രായത്തിന്റെ പകുതിയാകും? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അല്ലെ? 11 വർഷം സെയിം തന്നെയാണ്. വലിയ പ്രായത്തിന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ച് കൊടുത്താൽ 11 വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 11 വർഷം കഴിയുമ്പോൾ പിയുടെ പ്രായം 44 ആകും. 11 വർഷം കഴിയുമ്പോൾ ക്യൂവിന്റെ പ്രായം എത്രയായിട്ട് മാറും? 22 ആയിട്ട് മാറും, അല്ലെ? ഈ പറയുന്ന 11 വർഷം കഴിയുമ്പോൾ ഈ 44 പകുതിയല്ലേ 22. സെയിം കൺസെപ്റ്റിനെ തിരിച്ചും മറിച്ചും പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ബാലുവിന്റെ പ്രായം 60 ആണ്, ഉണ്ണിയുടെ പ്രായം 20 ആണ്. ബാലുവിന്റെ പ്രായം 60 ആണ്, ഉണ്ണിയുടെ പ്രായം 20 ആണ്. ചോദ്യം ഇങ്ങനെയാണ്, എത്ര വർഷം കഴിയുമ്പോൾ ഉണ്ണിയുടെ പ്രായം ബാലുവിന്റെ പ്രായത്തിന്റെ പകുതിയാകുന്നു? ഒന്നുകൂടെ, എത്ര വർഷം കഴിയുമ്പോൾ ഉണ്ണിയുടെ പ്രായം ബാലുവിന്റെ പ്രായത്തിന്റെ പകുതിയാകുന്നു? ഇത്രയേ ഉള്ളൂ. പിരിയും നോക്കണ്ട. വലിയ പ്രായമായ 60-ൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ മതി. ചെറിയ പ്രായമായ 20ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 40 ആണ്. 60-ൽ നിന്ന് 40 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും 20 എന്ന് പറയുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, 20 വർഷം കഴിയുമ്പോൾ ഉണ്ണിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ബാലുവിന്റെ പ്രായത്തിന്റെ പകുതിയായിരിക്കും. ബാലുവിന്റെ പ്രായത്തിന്റെ പകുതിയായിരിക്കും. ശരി, 20 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? 20 വർഷം കഴിയുമ്പോൾ ബാലുവിന്റെ പ്രായം 80 വയസ്സാവും. 20 വർഷം കഴിയുമ്പോൾ ഉണ്ണിയുടെ പ്രായം എത്രയായിട്ട് മാറും? 40. അല്ലയോടാ, ഈ പറയുന്ന 80ന്റെ പകുതിയല്ലേ 40 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പറയാം, 20 വർഷം കഴിയുമ്പോൾ ഉണ്ണിയുടെ പ്രായം ബാലുവിന്റെ പ്രായത്തിന്റെ പകുതിയാണ്. ഓക്കെ അല്ലേ? അപ്പോ ഒന്നാമത്തെ ടൈപ്പാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആണ്. എത്ര വർഷം കഴിയുമ്പോൾ ഇരട്ടി? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. എത്ര വർഷം കഴിയുമ്പോൾ മറ്റവന്റെ പകുതിയാണ്? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക, വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ, വലിയ പ്രായത്തിൽ നിന്ന് ചെറിയ പ്രായത്തിന്റെ ഇരട്ടി കുറച്ചു കൊടുത്താൽ മതി നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈപ്പ് ചെയ്ത് നോക്കാമോ? അടുത്ത ടൈപ്പ്. ശരി, അപ്പോ നമ്മുടെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ രണ്ടാമത്തെ ടൈപ്പാണ്. ചോദ്യം ഇങ്ങനെയാണ്, അരുണിന്റെയും അരവിന്ദിന്റെയും വയസ്സുകളുടെ തുക 35 ആണ്. 4 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എന്ത് എന്നാണ്. ഒന്നും കൂടെ, അരുണിന്റെയും അരവിന്ദിന്റെയും അരുണുണ്ട്, അരവിന്ദുണ്ട്. ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 35 എന്നാ പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ, അരുണിന്റെയും അരവിന്ദിന്റെയും വയസ്സുകളുടെ തുക, രണ്ടുപേരുടെയും പ്രായം തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 35 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? 4 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കും? ശരി, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 4 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്, ഈ അരുണിനും 4 വയസ്സ് കൂടും, അരവിന്ദിനും 4 വയസ്സ് കൂടും. ഒരാൾക്ക് മാത്രമായിട്ട് 4 വയസ്സ് കൂടില്ല, അല്ലെ? ഇപ്പൊ ഞാനും ഉണ്ട്, എന്റെ അനിയനും ഉണ്ട്. എനിക്ക് 5 വയസ്സ് കൂടണമെങ്കിൽ അനിയന്റെ വയസ്സ് അതേപോലെ ഇരിക്കുന്നല്ല. എന്താണ്? രണ്ടുപേർക്കും അത്ര വീതം കൂടും, അല്ലെ? അപ്പോ എല്ലാവർക്കും ഒരേപോലെ എന്ത് ചെയ്യും? പ്രായം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ അരുണിന് 4 വയസ്സ് കൂടുമോ, അരവിന്ദിനും എന്ത് ചെയ്യും? 4 വയസ്സ് കൂടും. അപ്പോ മനസ്സിലാക്കിയിരിക്കുക, അരുണിന് മാത്രമായിട്ട് 4 വയസ്സ് കൂടില്ല, അരവിന്ദിന് മാത്രമായിട്ട് 4 വയസ്സ് കൂടില്ല. അരുണിനും 4 വയസ്സ് കൂടും, അരവിന്ദിനും 4 വയസ്സ് കൂടും. ടോട്ടൽ ഇവരുടെ തുക പറയുമ്പോൾ 4 എത്ര കൂടും? 8 വയസ്സ് കൂടും രണ്ടുപേർക്കും കൂടെ.
ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, അപ്പൊ ഈ ഒരു ടൈപ്പിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഒരാൾക്ക് മാത്രമായിട്ട് പ്രായം കൂടത്തില്ല. കൂടുമ്പോ ഒരാളുണ്ടെങ്കിൽ അയാൾക്കും കൂടും, രണ്ടാമതൊരാളുണ്ടെങ്കിൽ അയാൾക്കും കൂടും, മൂന്നാമതൊരാളുണ്ടെങ്കിൽ അയാൾക്ക് പ്രായം കൂടും. അപ്പോ ഇവിടെ അരവിന് 4 വയസ്സ് കൂടും, അരവിന്ദിന് 4 വയസ്സ് കൂടും, ടോട്ടൽ 8 വയസ്സ് കൂടും. ടോട്ടൽ 8 വയസ്സ് കൂടും. അതായത് 35ഉം 8ഉം കൂടെ ചേർന്ന് ഇവരുടെ വയസ്സുകളുടെ തുക 4 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 43 ആയിരിക്കും. 43 ആയിരിക്കും. അപ്പോ നന്നായിട്ടൊന്ന് മനസ്സിലായിക്കോണേ. അപ്പൊ അരവിന്ദിന്റെയും വയസ്സുകളുടെ തുകയാണ് രണ്ടുപേരുടെയും പ്രായം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20ഉം 15 എന്ന് വെച്ചു. അല്ലെ? ഇപ്പൊ അരവിന്ദിന് 20 വയസ്സും അരവിന്ദിന് 20 വയസ്സും അരവിന്ദിന് 15 വയസ്സെന്ന് വെച്ചു. അല്ലെ? 20ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രാന്ന് കിട്ടും? നമുക്കൊരു 35 എന്ന് പറഞ്ഞിട്ട്. ഇനി 4 വർഷം കഴിയുമ്പോൾ അരവിന്ദിന്റെ പ്രായം 20ൽ തന്നെ ഇരിക്കില്ല. 20ഉം 4ഉം കൂടെ ചേർന്ന് 24. ഇനി 4 വർഷം കഴിയുമ്പോൾ അരവിന്ദിന്റെ പ്രായം 15 തന്നെ ഇരിക്കില്ല. 15 4ഉം കൂടെ 19. ഇത് രണ്ടും കൂടെ കൂട്ടി പറയുമ്പോൾ 24ഉം 19ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 43. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇനി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, രണ്ടുപേർക്ക് 4 വയസ്സ് വീതം വെച്ച് കൂടും. അതായത് 4 8 വയസ്സിന്റെ ഇൻക്രീസ് ഉണ്ടാവും. നമുക്ക് പറയാം ടോട്ടല് 4 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും? 43 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ശരി, ചോദ്യം ഇങ്ങനെയാണ്. പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും വയസ്സുകളുടെ തുക 90 ആണ്. പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും വയസ്സുകളുടെ തുക 90 ആണ്. 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? അപ്പൊ നമുക്ക് പറഞ്ഞു വരാം, പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും അങ്ങനെയുള്ള 3 പേരുടെ വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 90 കിട്ടും എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിയുടെയും ക്യൂവിന്റെയും ആറിന്റെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? 5 വർഷം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, 5 വർഷം കഴിയുമ്പോൾ പിക്കും 5 വയസ്സ് കൂടും, ക്യൂവിനും 5 വയസ്സ് കൂടും, ആറിനും 5 വയസ്സ് കൂടും. അങ്ങനെ 5ഉം 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 ടോട്ടല് 15 വയസ്സ് കൂടും. അല്ലെ? ഇവിടെ തുക പറയുമ്പോൾ 15 വയസ്സ് കൂടും. ടോട്ടല് 90ഉം 15ഉം കൂടെ ചേർന്ന് നമുക്ക് പറയാം 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 105 ആയിരിക്കും. ഓക്കെയാണ്. അപ്പൊ പിക്കും 5 വയസ്സ് കൂടും, ക്യൂവിനും 5 വയസ്സ് കൂടും, ആറിനും 5 വയസ്സ് കൂടും. ടോട്ടൽ എല്ലാവർക്കും കൂടെ ചേർത്ത് വരുമ്പോൾ 15 വയസ്സ് കൂടും. അതായത് അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 90ഉം 15ഉം കൂടെ ചേർത്ത് എത്ര എന്ന് പറഞ്ഞിട്ട് 105 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ. ശരി, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. എയുടെയും ബിയുടെയും വയസ്സുകളുടെ തുക 62 ആണ്. 6 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? അപ്പോ ഒന്നുകൂടെ, എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്? 62 കിട്ടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. 6 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 6 വർഷം കഴിയുമ്പോൾ ഉള്ള ഇവരുടെ വയസ്സുകളുടെ തുക എത്രയാണ്? ശരി, നമുക്ക് എല്ലാവർക്കും അറിയാം, 6 വർഷം കഴിയുമ്പോൾ എക്കും 6 വയസ്സ് കൂടും, ബിക്കും 6 വയസ്സ് കൂടും. അതായത് എയുടെ പ്രായം 6 കൂടും, ബിയുടെ പ്രായം 6 കൂടും. അതായത് ടോട്ടൽ 6 12 വയസ്സ് കൂടും. അതായത് ഈ 62ന്റെ കൂടെ 12ഉം കൂടെ കൂട്ടുമ്പോൾ 62ഉം 12ഉം കൂടെ ചേർന്ന് എത്രയായിട്ട് മാറും? 74. അതായത് 6 വർഷം കഴിയുമ്പോഴുള്ള എയുടെയും ബിയുടെയും വയസ്സുകളുടെ തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 74. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടുപേർക്കും എക്കും ബിക്കും 6 വയസ്സ് വീതം കൂടും. അതായത് 6ഉം 6ഉം 12 വയസ്സ് കൂടും. അപ്പൊ അവരുടെ വയസ്സുകളുടെ തുക പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന തുകയായ 62 പിന്നീട് കൂടിയ 12ഉം കൂടെ ചേർന്ന് എത്രയായിട്ട് മാറും? 74 ആയിട്ടാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ശരി, ചോദ്യം ഇങ്ങനെയാണ്. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 109 ആണ്. അപ്പൊ ഒന്നുകൂടെ, എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വയസ്സുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര എന്ന് പറഞ്ഞിട്ട് 109 കിട്ടും. നമ്മുടെ ചോദ്യം എന്താണ്? 3 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയായിരിക്കുന്നതാണ്? 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, 3 വർഷം കഴിയുമ്പോൾ എക്കും 3 വയസ്സ് കൂടും, ബിക്കും 3 വയസ്സ് കൂടും, സിക്കും 3 വയസ്സ് കൂടും, ഡിക്കും 3 വയസ്സ് കൂടും. അതായത് 3ഉം 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 കൂടെ ചേർന്ന് 3ഉം 3ഉം 6ഉം 3ഉം 9ഉം 3ഉം 12 വയസ്സ് കൂടും. 3 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും കൂടെ 12 വയസ്സ് കൂടും. അതായത് 109ഉം 12ഉം കൂടെ ചേർന്ന് നമുക്ക് കിട്ടും 3 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 120. അപ്പോ എയുടെയും ബിയുടെയും സിയുടെയും വയസ്സുകളുടെ തുക 109 ആണ്. 3 വർഷം കഴിയുമ്പോൾ ഈ 4 പേർക്കും 3 വയസ്സ് വീതം കൂടെ, അതായത് ടോട്ടല് 12 വയസ്സ് കൂടും. 109ഉം 12ഉം കൂടെ ചേർന്ന് നമുക്ക് കിട്ടും 3 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 121 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പിലോട്ട് പോവാം. അടുത്ത ടൈപ്പ്. ശരി, അപ്പോ വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ അടുത്ത ടൈപ്പാണ്, 3ാമത്തെ ടൈപ്പാണ്. ചോദ്യം ഇങ്ങനെയാണ്.
സോനുവിന്റെയും മനോജിന്റെയും വയസ്സുകളുടെ തുക 65 ആണ്. സോനുവിന്റെയും മനോജിന്റെയും വയസ്സുകളുടെ തുക 65 ആണ്. എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 71 ആകും? എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 71 ആകും എന്നാണ്. അപ്പൊ ഒന്നുകൂടെ, സോനു ഉണ്ട്, മനോജ് ഉണ്ട്. സോനുവിന്റെയും മനോജിന്റെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 65 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ, സോനു ഉണ്ട്, മനോജ് ഉണ്ട്. സോനുവിന്റെയും മനോജിന്റെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 65 ആണ്. ഇത് എത്രയോ വർഷം കഴിയുമ്പോൾ എത്രയായിട്ട് മാറും? 71 ആയിട്ട് മാറും എന്നാ പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ, സോനുവിന്റെയും മനോജിന്റെയും വയസ്സുകളുടെ തുക 65 ആണ്. ഇത് എത്രയോ വർഷം കഴിയുമ്പോൾ 71 ആകും. എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 71 ആകും എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. നമ്മുടെ ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷൻ 6 എന്നൊക്കെ പറയുന്നുണ്ട്. 6. ശരി, നമുക്കൊന്ന് ആലോചിച്ചില്ല. ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം 6 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 71 ആകും. ഇവിടെ 6 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ്, 6 വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന സോനുവിനും 6 വയസ്സ് കൂടും അല്ലെ? സോനുവിനും 6 വയസ്സ് കൂടും, മനോജിനും 6 വയസ്സ് കൂടും. ടോട്ടൽ 6 12 വയസ്സ് കൂടൂലേ? 12 വയസ്സ് കൂടുമെങ്കിൽ 65 12 77 വരണ്ടേ അല്ലെ? നമുക്ക് എത്രയാ വരുന്നത്? അവരുടെ വയസ്സുകളുടെ തുക എത്രയാവുന്നുള്ളൂ? 71 ആവും. ഓക്കെ ആണോ? അപ്പൊ എന്തായാലും എന്തല്ല, ഓപ്ഷൻ എ 6 വർഷം കഴിയുമ്പോഴല്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ 65 65 6 വർഷം കഴിയുമ്പോഴല്ലേ 71 ആകും? ഇല്ല, സംഭവിക്കുന്നതാണ് അവരുടെ വയസ്സുകളുടെ തുകയാണ് 71 എന്ന് പറയുന്നത്. 6 വർഷം കഴിയുമ്പോൾ സോനുവിനും 6 വയസ്സ് കൂടും, മനോജിനും 6 വയസ്സ് കൂടും. ടോട്ടൽ എത്ര വയസ്സ് കൂടും? 12 വയസ്സ് കൂടും. അല്ല, 12 കൂടണമെങ്കിൽ വരേണ്ടത് എത്രയാണ്? 77 ആണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ 3 ആണെന്ന് വെച്ചു. അതായത് 3 വർഷം കഴിയുമ്പോൾ സോനുവിന് എന്ത് സംഭവിക്കും? സോനുവിനും 3 വയസ്സ് കൂടും. 3 വർഷം കഴിയുമ്പോൾ മനോജിനും എത്ര വയസ്സ് കൂടും? 3 വയസ്സ് കൂടും. ടോട്ടൽ 3 6 വയസ്സ് കൂടും. അതായത് 65 6 കൂടെ ചേർന്ന് എത്രയായിട്ടങ്ങ് മാറും? 71 ആയിട്ട് മാറും. അതായത് നമുക്ക് പറയാം, ഉറപ്പിച്ച് പറയാം, 3 വർഷങ്ങൾക്ക് ശേഷം സോനുവിന്റെയും മനോജിന്റെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും? 71 ആയിട്ട് മാറും. ഇനി പെട്ടെന്ന് നമ്മൾ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ, ഇവന്മാരുടെ വ്യത്യാസം പറയണം. 65 71 തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടെ, 65 തുകയായിരുന്ന 65 എത്രയായിട്ട് മാറി? 71. അതായത് 65 71 തമ്മിലുള്ള വ്യത്യാസം 6. ഓക്കെ ആണ്. ഡിവൈഡഡ് ബൈ, ഇവിടെ എത്ര പേരെ പറ്റി പറയണോ? 2 പേരെ പറ്റിയില്ലേ? ഡിവൈഡഡ് ബൈ 2 കഴിഞ്ഞു. എത്ര വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകളുടെ തുക 71 ആയിട്ട് മാറും? 3 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകളുടെ തുക 71 ആയിട്ട് മാറും. ഒന്നും കൂടെ, എങ്ങനെയാണ് ഇവരുടെ ഈ പറയുന്ന തുകകൾ തമ്മിലുള്ള വ്യത്യാസം 6. അപ്പൊ ഒന്നുകൂടെ, തുകകൾ തമ്മിലുള്ള 65 71 തുകകൾ തമ്മിലുള്ള വ്യത്യാസം 6. അതിന് എത്ര കൊണ്ട് ഭാഗിച്ചാൽ മതി? എത്ര പേര്, ആളുകളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഒന്നുകൂടെ, തുകകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണം. തുകകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണം. തുകകളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണം. സിമ്പിൾ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാമോ? ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. രാമന്റെയും കൃഷ്ണന്റെയും വയസ്സുകളുടെ തുക 84 ആണ്. എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 98 ആകുന്ന? ഒന്നുകൂടെ, രാമന്റെയും കൃഷ്ണന്റെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 84 ആണ്. എത്ര വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന തുകയായ 84 98 ആയിട്ട് മാറുന്നത്? 84 98 ആയിട്ട് മാറുന്നതാണ്. അപ്പൊ ഒന്നും കൂടെ, രാമന്റെയും കൃഷ്ണന്റെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 84. എത്രയോ വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയായിട്ട് മാറും? 98 ആയിട്ട് മാറും. ശരി, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. തൊട്ട് മുന്നേയുള്ള ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഈ പറയുന്ന തുകകൾ തമ്മിലുള്ള വ്യത്യാസം 84 98 തമ്മിലുള്ള വ്യത്യാസം 84 94 എത്രയാണ്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14 ആണ്. അപ്പൊ ഒന്നും കൂടെ, തുകകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കുന്നു, അതിനെ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര പേരുള്ള? രാമൻ കൃഷ്ണനും 2 പേരല്ലേ? അപ്പൊ 14 ഡിവൈഡ് ബൈ 2. അതായത് 7 വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 84 ആയിരുന്നു എത്രയായിട്ട് മാറും? 98 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് പറയാം, 7 വർഷങ്ങൾക്ക് ശേഷം രാമന്റെയും കൃഷ്ണന്റെയും വയസ്സുകളുടെ തുക എത്രയായിട്ട് മാറും? 98 ആയിട്ട് മാറും. 98 ആയിട്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുക. തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണം. തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ ആളുകളുടെ എണ്ണം. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. എയുടെയും ബിയുടെയും സിയുടെയും വയസ്സുകളുടെ തുക 60 ആണ്. എയുടെയും ബിയുടെയും സിയുടെയും
വയസ്സുകളുടെ തുക 60 എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 78 ആയിട്ട് മാറും? ഒന്നുകൂടെ, എയുടെയും ബിയുടെയും സിയുടെയും വയസ്സുകളുടെ തുക എന്ന് വെച്ചാൽ 60 എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയായിട്ട് മാറും? 78. ശരി, പറഞ്ഞു വരാം. അപ്പോ എയുടെയും ബിയുടെയും സിയുടെയും വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 60 എന്ന് പറയുന്നുണ്ട്. ഇനി എത്രയോ വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എത്രയായിട്ട് മാറും? 78 ആയിട്ട് മാറും എന്നാ പറയുന്നത്. അത് എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 78 ആയിട്ട് മാറും എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. അപ്പോ എയുടെയും ബിയുടെയും സിയുടെയും വയസ്സുകളുടെ തുക ഇപ്പോൾ 60 എത്രയോ വർഷം കഴിയുമ്പോൾ ഈ പറയുന്ന തുക എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും? 78 ആയിട്ട് മാറും. എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 78 ആവുക? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. തുകകൾ തമ്മിലുള്ള വ്യത്യാസം 60ഉം 78 തമ്മിലുള്ള വ്യത്യാസം 60ഉം 78 തമ്മിലുള്ള വ്യത്യാസം 18 ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട് നോക്കണം. എത്ര പേരുണ്ട്? 3 പേരല്ലേ? 3 കൊണ്ട് ഭാഗിച്ചു കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. 6 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയായിട്ട് മാറും? 78 ആയിട്ട് മാറും. അപ്പൊ ഒന്നും കൂടെ ഈ പറഞ്ഞ തുകകൾ തമ്മിലുള്ള വ്യത്യാസം 60 78 തമ്മിലുള്ള വ്യത്യാസമായി 18. എത്ര പേരുണ്ട് നോക്കണം. എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പൊ 3 കൊണ്ട് വായിക്കുക നമുക്ക് കിട്ടി 6 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് മാറും? 78. ഇനി 6 വർഷം കഴിയുമ്പോൾ 6 വർഷം കഴിയുമ്പോൾ എക്കും 6 വയസ്സ് കൂടും, ബിക്കും 6 വയസ്സ് കൂടും, സിക്കും 6 വയസ്സ് കൂടും. അങ്ങനെ 6 6 6 18 കൂടും. 60 18 കൂടെയാണ് എത്രയായിട്ട് മാറുന്നത്? 78 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. രാമു, ബാലു, ഉണ്ണി എന്നിവരുടെ വയസ്സുകൾ യഥാക്രമം 20, 31, 42 എന്നിങ്ങനെയാണ്. എത്ര വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക 126 ആകുന്നു? എത്ര വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 126? ശരി, നമ്മളിപ്പോ പറഞ്ഞു വരുന്ന ടൈപ്പ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. തൊട്ട് മുന്നേയുള്ള ചോദ്യങ്ങളായിരുന്നെങ്കിൽ നമുക്ക് തുക അല്ലെ ഈ പറയുന്ന 3 പേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 പേരുണ്ടെങ്കിൽ അവരുടെ വയസ്സുകളുടെ തുക നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇവിടെ ആണെങ്കിൽ അങ്ങനെ തുക പറഞ്ഞിട്ടില്ല. സെപ്പറേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ വയസ്സുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം രാമുവിന്റെ വയസ്സ് 20, ബാലുവിന്റെ വയസ്സ് 31, ഉണ്ണിയുടെ വയസ്സ് എത്രയാണ്? 42. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രാമുവിന്റെയും ബാലുവിന്റെയും ഉണ്ണിയുടെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ 20, 32, 42 കൂടെ കൂട്ടുമ്പോൾ 20, 30 കൂടെ കൂട്ടുമ്പോൾ 50, 50, 40, 90, 92, 93. അതായത് ഇവരുടെ വയസ്സുകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 93. അപ്പോ ഈ ഒരു സാധനം ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. തൊട്ട് മുന്നേയുള്ള ചോദ്യത്തിലാണെങ്കിൽ അവരുടെ വയസ്സുകളുടെ തുക എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ചോദ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരെന്ത് ചെയ്തു? സെപ്പറേറ്റ് അവരുടെ വയസ്സുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ എല്ലാം എന്ത് കാണാൻ പറ്റും? നമുക്ക് അവരുടെ വയസ്സുകളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന 20, 31, 42 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് 93 എന്ന് പറയും. അതായത് നമുക്ക് ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. രാമുവിന്റെയും ബാലുവിന്റെയും ഉണ്ണിയുടെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 93. രാമുവിന്റെയും ബാലുവിന്റെയും ഉണ്ണിയുടെയും വയസ്സുകൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 93 കിട്ടും. ഈ പറഞ്ഞ തുക എത്രയോ വർഷം കഴിയുമ്പോൾ എത്രയായിട്ട് മാറും? 126 ആയിട്ട് മാറും. എത്ര വർഷം കഴിയുമ്പോൾ ഈ തുക 126 ആയിട്ട് മാറും എന്നാണ്. അപ്പൊ ഒന്നുകൂടെ രാമുവിന്റെയും ബാലുവിന്റെയും ഉണ്ണിയുടെയും വയസ്സുകളുടെ തുക എന്ന് പറഞ്ഞാൽ 93. എത്രയോ വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയാവുകയും 126 എത്ര വർഷം കഴിയുമ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം തുകകൾ തമ്മിലുള്ള വ്യത്യാസം 93ഉം 26. 93ഉം 126 തമ്മിലുള്ള വ്യത്യാസം 33. ഡിവൈഡഡ് ബൈ എത്ര പേരുണ്ട്? രാമു, ബാലു, ഉണ്ണി 3 പേരാണ്. ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ കിട്ടി 11 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്രയായിട്ട് മാറും? 126 ആയിട്ട് മാറും. 126. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ അല്ലാതെ ഇന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ 11 വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞ രാമുവിന്റെ പ്രായം 20ഉം 11ഉം കൂടെ ചേർന്ന് 31 ആവും. ഈ പറഞ്ഞ 11 വർഷം കഴിയുമ്പോൾ ബാലുവിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 31ഉം 11ഉം കൂടെ ചേർന്ന് 42 ആവും. ഈ പറഞ്ഞ 11 വർഷം കഴിയുമ്പോൾ 42 വയസ്സുള്ള ഉണ്ണിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 42ഉം 11ഉം കൂടെ ചേർക്കുമ്പോൾ 53 പറയും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 126 കിട്ടും. ഓക്കെ ആണ്. അപ്പൊ വേറെ ഒന്നും ഇതിനകത്ത് പേടിക്കാറില്ല. ഇതിനകത്ത് സെപ്പറേറ്റ് പ്രായം തന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈപ്പ് ചെയ്യാം. വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലെ അടുത്ത ടൈപ്പ് ചോദ്യമാണ്. ഇതൊരു കോമൺ ടൈപ്പാണ്. സാധാരണ PSC പരീക്ഷകൾക്കെല്ലാം നമ്മൾ കണ്ടുവരുന്ന ഒരു കോമൺ ടൈപ്പാണ്. ചോദ്യം ഇങ്ങനെയാണ്. അച്ഛൻ മകനോട് പറഞ്ഞു, നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിച്ചത്. ഒന്നുകൂടെ.
അച്ഛൻ മകനോട് പറയാണ്, നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിച്ചതെന്ന് പറഞ്ഞു. മകൻ ഇപ്പോൾ 25 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയാണ്? മകൻ ഇപ്പോൾ 25 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? അപ്പൊ ഒന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കാം. അച്ഛൻ മകനോട് പറഞ്ഞു, നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിച്ചത് അല്ലെങ്കിൽ നീ ജനിക്കുന്നത്. മകൻ ഇപ്പോൾ 25 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ പ്രായം എത്ര അല്ലെങ്കിൽ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യം അച്ഛൻ മകനോട് പറയണം, നിനക്ക് ഇപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ മകളോട് പറയും, ഈ പറഞ്ഞു നിനക്ക് ഇപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായമുള്ളപ്പോഴാണ് നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിക്കുന്നതെന്നൊക്കെ പറഞ്ഞു വരുന്ന ഈ ടൈപ്പ് ചോദ്യങ്ങളില് സ്വാഭാവികമായിട്ടും ഒരു കാര്യം തന്നിട്ടുണ്ടായിരിക്കും. ഒന്നുകിൽ മകന്റെ പ്രായം തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛന്റെ പ്രായം. അപ്പൊ ഒന്നും കൂടെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ ഒന്നുകിൽ അച്ഛന്റെ പ്രായം എടുത്ത് പറയും, അല്ലെങ്കിൽ എന്തായിരിക്കും മകന്റെ പ്രായം ഉറപ്പായിട്ട് എടുത്ത് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ചോദ്യത്തിൽ മകന്റെ പ്രായം, മകൻ ഇപ്പോൾ എത്ര വയസ്സുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 25 വയസ്സ്. അതായത് സണ്ണിന്റെ പ്രായം നമുക്ക് തന്നിട്ടുണ്ട് 25 ആണ്. ഇനി ആരുടെയാ കണ്ടുപിടിക്കേണ്ടത്? ഫാദറിന്റെയാ കണ്ടുപിടിക്കേണ്ടത്. പിരിഞ്ഞും നോക്കണ്ട. മകന്റെ പ്രായം ഉണ്ടോ അച്ഛന്റെ പ്രായം കണ്ടുപിടിക്കാൻ സ്വാഭാവികമായിട്ടും അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിനെക്കാളും കൂടുതലായിരിക്കില്ലേ? ഇരട്ടിയും എടുത്ത് കൊടുത്താൽ. അപ്പൊ ഒന്നും കൂടെ മകന്റെ പ്രായം തന്നിട്ടുണ്ട്, സണ്ണിന്റെ പ്രായം അറിയാം, അച്ഛന്റെ പ്രായം ചോദിക്കുന്നു, നേരെ ഇരട്ടിയും എടുത്ത് കൊടുത്താൽ. ഇനി ചിലപ്പോ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അച്ഛന്റെ പ്രായം അച്ഛന്റെ പ്രായം തന്നിട്ട് മകന്റെ പ്രായം ചോദിക്കൂ, നേരെ പകുതി എടുത്ത് കൊടുത്താൽ. അപ്പോ പിരിഞ്ഞും നോക്കണ്ട. മകന്റെ പ്രായം തന്നിട്ട് അച്ഛന്റെ പ്രായം ചോദിക്കൂ, നേരെ ഇരട്ടി. ഇനി അച്ഛന്റെ പ്രായം തന്നിട്ട് മകന്റെ പ്രായം ചോദിക്കൂ, നേരെ പകുതി. ഓക്കെ ആണ്. അപ്പൊ മകന്റെ പ്രായം നമുക്ക് അറിയാം, അച്ഛന്റെ പ്രായം ചോദിക്കൂ, നേരെ ഇരട്ടി എന്ന് പറഞ്ഞാൽ മതി. ഫാദറിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ 25ന്റെ ഇരട്ടി 50 ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 50 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ചോദ്യങ്ങളിൽ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പഠിക്കുക. മകൻ തന്നിട്ട് അച്ഛൻ ചോദിച്ചാൽ ഇരട്ടി, അച്ഛൻ തന്നിട്ട് മകൻ ചോദിച്ചാൽ നേരെ പകുതി. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ ചോദ്യം. ശരി. അപ്പൊ ഈ ടൈപ്പിലെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, വീണ്ടും സെയിം തന്നെയാണ്. അച്ഛൻ മകനോട് പറഞ്ഞു, നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിച്ചത്. ഇനി മകൻ ഇപ്പോൾ 32 വയസ്സുണ്ടെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയാണ്? നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഒന്നുകിൽ മകന്റെ പ്രായം തരും, അല്ലെങ്കിൽ അച്ഛന്റെ പ്രായം തരും. മകന്റെ പ്രായം സണ്ണിന്റെ പ്രായം 32 ആണ്. ഉറപ്പിച്ചു പറയാം, അച്ഛന്റെ പ്രായമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ ഇരട്ടി എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. 32 ഇരട്ടി എത്രയായിരിക്കും? 64 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 64. അപ്പൊ മറന്നു പോയത് ഈ ഒരു ടൈപ്പ് ആണെങ്കിൽ ഉറപ്പിച്ച് പഠിച്ചിട്ടുള്ള എങ്ങനെയാണ് അച്ഛൻ മകനോട് പറഞ്ഞു, നിനക്ക് ഇപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വരാണെങ്കിൽ ഒന്നുകിൽ അച്ഛന്റെ പ്രായം തരും, അല്ലെങ്കിൽ മകന്റെ പ്രായം തരും. അച്ഛന്റെ പ്രായം അറിയാമെങ്കിൽ മകന്റെ പ്രായം ആണെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി. ഈ മകന്റെ പ്രായം അറിയാം, അച്ഛന്റെ പ്രായമാണെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ഇരട്ടി എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ അല്ലേ? ചോദ്യം ഇങ്ങനെയാണ്. അച്ഛൻ മകനോട് പറഞ്ഞു, നിനക്കിപ്പോൾ എത്ര പ്രായമുണ്ടോ ആ പ്രായം എനിക്കുള്ളപ്പോഴാണ് നീ ജനിക്കുന്നത്. അച്ഛൻ ഇപ്പോൾ 56 വയസ്സുണ്ടെങ്കിൽ മകന്റെ പ്രായം എത്രയാണ്? അച്ഛൻ ഇപ്പോൾ 56 വയസ്സുണ്ടെങ്കിൽ മകന്റെ പ്രായം എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ഒന്നുകിൽ അച്ഛന്റെ പ്രായം തരും, അല്ലെങ്കിൽ എന്ത് തരും? മകന്റെ പ്രായം തരും. അതായത് ഫാദറിന്റെ പ്രായം നമുക്കറിയാം. അച്ഛന്റെ പ്രായം എത്ര തന്നിട്ടുണ്ട്? 56 ആണ്. അച്ഛന്റെ പ്രായം അറിയോ? മകന്റെ പ്രായം കണ്ണും കൂട്ടി നമുക്ക് പറയാം. 56ന്റെ നേരെ മകന്റെ പ്രായം പറയാൻ നേരെ പകുതി പറഞ്ഞാൽ മതി. 56ന്റെ നേർ പകുതി, അതായത് മകന്റെ പ്രായം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28 ആയിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മകൻ തന്നിട്ട് അച്ഛൻ ചോദിച്ചാൽ ഇരട്ടിപ്പിക്കണം, അച്ഛൻ തന്നിട്ട് മകന്റെ പ്രായം ചോദിച്ചാൽ നേരെ പകുതി എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. അപ്പോ ഈ ടൈപ്പ് സിമ്പിൾ ആയിട്ട്, വേറെ ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അച്ഛൻ തന്നിട്ട് മകൻ ചോദിച്ചാൽ പകുതി, മകൻ തന്നിട്ട് അച്ഛൻ ചോദിച്ചാൽ നേരെ ഇരട്ടിയേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 4 ടൈപ്പാണ്, വയസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു 4 ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞില്ല, ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടെ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോകണം. അലിക്കിരോ മാത്ത് PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം. അതുകൂടെ ആകുമ്പോഴേ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഫിനിഷ് ആകും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.